ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ വോളിബോൾ ടൂർണമെൻ്റ് ആണ് നമ്മുടെ സ്റ്റാഫിൻ്റെ വകയായിട്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ചാമ്പങ്ങയൊക്കെ പറിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇപ്പോൾ ചാമ്പങ്ങ സീസൺ ആയതുകൊണ്ട് വീട്ടിൽ നിറയെ ചാമ്പങ്ങയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ണിക്ക് കൊടുത്തു, ഒന്ന് ഞാനും കഴിച്ചു. ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ചാമ്പങ്ങയാണുള്ളത്. ഇത് നല്ല ജ്യൂസിയാണ്, നല്ല മധുരമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ സ്ഥലത്തേക്ക് എത്തി. 4 ടീമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. ഇത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ദിവസത്തെ അല്ല, അതിനു മുമ്പ് നമുക്ക് പ്രാക്ടീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മുൻപൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല അതായത് ഇതുപോലെ സ്പോർട്സിൽ കുറേ കാര്യങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത് ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ കുറച്ചും കൂടി എക്സ്പേർട്ടായി മാറുന്നത് CAയിലും HPയിലും ഒക്കെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പെർഫെക്റ്റ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം, എന്നാൽ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ പ്രോഗ്രാമിൻ്റെ അന്നെടുത്ത കുറച്ച് വിഷ്വൽസ് ആണ് കേട്ടോ. ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ പോയി നിൽക്കുക, അറിയുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ടീമിനെ ജയിപ്പിച്ചോളൂ, നമ്മൾ അവിടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക, അത്രമാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ കടുത്ത മത്സരം തന്നെയായിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റാഫ് എല്ലാവരും തമ്മിലുണ്ടായിരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. 4 ടീം ഉണ്ടായിരുന്നു. ആ 4 ടീമും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് എൻ്റെ ടീം തന്നെ ആയിരിക്കുമല്ലോ, അപ്പോൾ ആ ടീം ജയിക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കളിച്ച് ജയിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ഗ്യാലറിയിൽ ഇരുന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കും കേട്ടോ. അങ്ങനെ രാത്രി ഫൈനൽ നടക്കുകയാണ്. നമ്മുടെ ടീം ഫൈനലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാത്തിനോടും നമ്മളെ ടീം തന്നെയായിരുന്നു സെക്കൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു വ്യത്യാസത്തിന് മാത്രമാണ് നമ്മൾ ബേക്കിലോട്ടായത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.